ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ടാട്ടോ നമ്മുടെ കിച്ചൺ ടേബിൾ മൊത്തം ഇങ്ങനെ ഫുഡ് ഐറ്റംസ് കൊണ്ട് നിറഞ്ഞേക്കുന്നത്. ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ഒരുപാട് ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ തൊട്ട് എല്ലാവരും മാറി മാറി വിഷൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ ഇതുവരെ ആരും നമ്മളെ വാലൻറ്റൈൻസ് ഡേക്ക് വിഷൊന്നും ചെയ്തിട്ടില്ല. നമ്മളും ആർക്കും ഇതുവരെ വിഷൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കേട്ടപ്പോൾ ഒരു അതിശയമൊക്കെ തോന്നി. പിന്നെ ഒരു 10-10:30 ആയപ്പം ഇവർ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെയും ചില പരിപാടികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ വിശക്കാന്ന് കാരണം ഞാൻ വിചാരിച്ച് പിന്നെ കഴിക്കാമെന്ന്. പിന്നെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാം ഇവിടുത്തെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലൊക്കെ. ഞാൻ സാധാരണ നാട്ടിൽ കപ്പിൾസൊക്കെ പുറത്ത് പോകുന്നതും കറങ്ങി നടക്കുന്നതും പാർട്ടി നടത്തുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കൊളീഗ്സ് എല്ലാം ഇത് ആഘോഷിക്കുന്നത് കാണുന്നത്. ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. മെയിനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബ്രെഡ് തന്നെ കേട്ടോ. ഫിൻലാൻഡുകാർക്ക് ബ്രെഡില്ലാതെ എന്ത് ജീവിതം. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബ്രെഡ്. ദിവസം ഒരെണ്ണമെങ്കിലും കഴിക്കാതിരിക്കില്ല. ഒരുപാട് ഫ്ലേവേർഡായിട്ടുള്ള ചീസൊക്കെ ഉണ്ടായിരുന്നു ബ്രെഡിൽ തേച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചില്ലി ഫ്ലേവർ മാത്രം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലതൊക്കെ കഴിക്കുമ്പം നാട്ടിൽ എന്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ബ്രെഡ് പക്ഷേ ഒരു ഇച്ചിരി കട്ടിയായത് കാരണം കഴിക്കാൻ ഒരു ഇത്തിരി പാടായിരുന്നു. വേറെയും കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സും സാലഡ്സും കുക്കീസും കേക്ക്സും അങ്ങനെയൊക്കെ. പിന്നെ ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാഷ്മെലോസും. എല്ലാം നല്ല ലവ് ഷേപ്പിലുള്ള മാഷ്മെലോസ് ആയിരുന്നു കേട്ടോ. എനിക്കിത് അത്രയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. വല്ലപ്പോഴും മാത്രമേ ഞാനിത് കഴിക്കാറുള്ളൂ. പിന്നെ സോൾട്ടഡ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പച്ച സാമൺ വെച്ചിട്ടുള്ള ഒരു ചീസുണ്ട്. അത് തേച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതില്ലാഞ്ഞത് കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു ചീസ് വെച്ചിട്ടാട്ടോ കഴിച്ചേ. പിന്നെ നമ്മുടെ നാട്ടിലെ പഫ്സിന് സമാന്തരമായിട്ടുള്ളൊരു ഫുഡാണിത് ഈ കാണുന്നത്. പഫ്സിനെ പോലെ തന്നെ ഒരുപാട് ലെയറൊക്കെ ഉണ്ട്. പക്ഷേ ഫില്ലിങ്സ് ഒന്നുമില്ല അകത്ത്. വെറുതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ്. ആദ്യം കഴിച്ചപ്പോൾ അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി മധുരം വേണ്ടേ. ഇതെനിക്കിവിടെ വന്നിട്ട് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിന്നുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താനേ പറ്റില്ല. നമ്മൾ തിന്നുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് നല്ലൊരു ചോക്ലേറ്റ് ആട്ടോ. പിന്നെ ഇവിടെ എന്ത് പാർട്ടി ഉണ്ടെങ്കിലും ആദ്യം കൊണ്ടുവന്ന് വെക്കുന്ന ചോക്ലേറ്റാണ് ഇത് ഈ കാണുന്നത്. ഇതൊരു വലിയ ചോക്ലേറ്റാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം ചോക്ലേറ്റ് അല്ല കേട്ടോ. അകത്ത് ക്രീം വെച്ചുള്ള ഫില്ലിങ്സ് ആണ്. ഒരുപാട് ഫ്ലേവർ ഉണ്ടാകാറുണ്ട് സാധാരണ. ചോക്ലേറ്റും വാനിലയും സ്ട്രോബെറിയും അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രോബെറിയുടെ ആട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ വാലൻറ്റൈൻസ് ഡേയുടെ ഫുഡെല്ലാം? നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കൊളീഗ്സൊക്കെ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്?